ഇസുവിന് അത്യാവശ്യം സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു മോഡേൺ മമ്മിയാണ് കേട്ടോ ഞാൻ. 90s കിഡ് മമ്മി ആയതുകൊണ്ടാണോ എന്നറിയില്ല. എനിക്ക് പല്ല് തേക്കാനല്ലായിരുന്നു പ്രശ്നം. ഞാൻ അവൾ പ്രഗ്നൻ്റ് ആയിരുന്ന ടൈം തന്നെ മനസ്സിലാലോചിച്ചിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ലൈക്ക് നമ്മൾ ഓവർ റെസ്ട്രിക്റ്റ് ചെയ്യില്ല, ഓവറായിട്ട് കെയർ ചെയ്യില്ല, പാമ്പറിങ്, ടു മച്ച് പാമ്പറിങ് ഇല്ല, ഓവർ റെസ്ട്രിക്ഷൻസ് ഇല്ല, പിള്ളേരുടേതായ രീതി വളരട്ടെ, അങ്ങനെ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അങ്ങനെ മാൻഡേറ്ററി ആയിട്ട് അങ്ങനെ ചെയ്തു പോകുന്നുണ്ട്. അത് എനിക്ക് ദേഷ്യം വന്നാലും ടൈം എക്സ്ട്രാ എടുക്കേണ്ടി വന്നാലും അവൾക്ക് ഇഷ്ടമുള്ള പോലെ അവളുടെ കാര്യങ്ങൾ ചെയ്യട്ടെ. ഇപ്പോൾ ഒരു സ്ഥലത്ത് പോകാൻ ഇറങ്ങുമ്പോൾ ആണെങ്കിൽ ചിലപ്പോൾ അവൾ ഡ്രസ്സിന് പറയും, ചെരുപ്പിന് പറയും അവൾക്ക് ഇഷ്ടമുള്ള ചെരുപ്പ് ഇടാവുള്ളൂ, അല്ലെങ്കിൽ അവൾക്ക് ചിലപ്പോൾ മേക്കപ്പ് ചെയ്യേണ്ടി വരും, അവൾക്ക് തന്നെത്താൻ തലമുടി ഏറണം. ഞാനത് ലെറ്റ് ഹർ ഡു എന്നുള്ള രീതിക്ക് എൻ്റെ മനസ്സിലാക്കി. സുവിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അവളെ ആദ്യമേ പറയാൻ പഠിപ്പിച്ച കാര്യം നോയാണ്. ഞാനാണ് അവളുടെ അപ്പാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ പഠിപ്പിച്ചൊരു കാര്യമാണ്. ഓക്കെ, ഇഷ്ടമില്ലെങ്കിൽ നോ പറഞ്ഞോളൂ, നമുക്ക് വേണ്ടെങ്കിൽ നോ പറഞ്ഞോളൂ. സോ നോ പറയാൻ അവളെ ആദ്യം പഠിപ്പിച്ചു. അവളിപ്പോൾ ഫുഡ് കഴിക്കുകയാണ്, അവൾക്ക് നോ പറഞ്ഞെങ്കിൽ പിന്നെ ഞങ്ങൾ നിർബന്ധിച്ച് കൊടുക്കാറില്ല. ഒരു ദിവസം ഒരു മിനിമം എമൗണ്ട് ഫുഡ് ഒരു കൊച്ചു കഴിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളതിന് ഫോഴ്സ് ചെയ്യേണ്ട കാര്യമില്ല. അത് തന്നെയാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു. ഇപ്പോൾ എല്ലാ പുതിയ പേരൻസും അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഒരു രീതിയിലാണ് പേരൻറ്റിങ് ഒക്കെ ചെയ്യുന്നത്. ഒത്തിരി റെസ്ട്രിക്ഷൻസ് വെച്ചിട്ട് ഓവർ പാമ്പറിങ് ഒന്നും ചെയ്യാറില്ല. എല്ലാവരും എനിക്കൊന്ന് ഇപ്പോൾ ഉള്ള പേരൻസ് എല്ലാം അങ്ങനെ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്രിഷ്യേറ്റ് ചെയ്യുക, ഓവർ പാമ്പറിങ് വേണ്ട, റെസ്ട്രിക്ഷൻസ് ഒഴിവാക്കുക, അത്യാവശ്യം അവരെ പിള്ളേരുടേതായ രീതി വളരട്ടെ, കളിക്കട്ടെ, ചിരിക്കട്ടെ. ഇസുവിനെ സംബന്ധിച്ച് അവൾ ഭയങ്കര സോഷ്യലായൊരു കുട്ടിയാണ്. അപ്പോൾ അവൾ പുറത്തിറങ്ങിയാൽ എല്ലാവരോടും ഭയങ്കരമായിട്ട് മിങ്കിളാവും, എല്ലാവരുടെ കൂടെ കളിക്കാൻ പോവുക ചെയ്യും. അപ്പോൾ ഞാൻ നോക്കും മറ്റുള്ളവർക്കതൊരു ഡിസ്റ്റർബൻസ് ആവുന്ന ഒരു ലെവലിലേക്ക് പോകുമ്പോൾ നമ്മൾ അവളെ സ്റ്റോപ്പ് ചെയ്യുന്നല്ലാണ്ട് ആദ്യമേ കയറി അയ്യോ പോവല്ലേ മിണ്ടല്ലേ അങ്ങനൊന്നും പറയില്ല. അവർക്ക് അവരുടെ കുട്ടിത്വത്തിൻ്റെതായ കാര്യങ്ങളുണ്ട്, അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ ആകാംക്ഷ ഉണ്ടാവും, ചെയ്ത് നോക്കാൻ, തൊടാനൊക്കെ. എന്നും പറഞ്ഞാൽ അവരത് എല്ലാ നേരത്തേക്കും അവർക്കത് വേണ്ട. അവർക്ക് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യണം, അല്ലെങ്കിൽ അവർക്കൊന്ന് കാണണം, മിണ്ടണം, കഴിഞ്ഞത്. നമ്മളവരെ എപ്പോഴേ സ്റ്റോപ്പ് ചെയ്ത് അവർ പിന്നെ അതിന് വാശി പിടിക്കും. ഇസുവിനാണെങ്കിൽ സ്ലൈം ഇങ്ങനെ കുഴച്ച് കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോൾ അവളത് മര്യാദയ്ക്ക് അവൾക്ക് അതുകൊണ്ട് എന്തൊക്കെ ചെയ്യാം, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്നൊക്കെ ഒരു ഐഡിയ വന്നു. എന്നിട്ടും കളിച്ച് അവസാനം അവൾ നെറ്റിയിലൊക്കെ വാരി തേച്ച് മുടിയിലൊക്കെ ആക്കി. ബട്ട് സ്റ്റിൽ ഷി ഹാസ് ഇംപ്രൂവ്ഡ്. നമ്മൾ അവർക്കൊരു എക്സ്പ്ലോർ ചെയ്യാൻ ടൈം കൊടുത്തില്ലേ പിന്നെ അവരെപ്പോഴാണ് അതൊക്കെ കാണാൻ പഠിക്കുക. ഡാൻസ് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. സൂൺ അവളൊരു ഡാൻസിങ് ക്ലാസ്സിൽ ചേർക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ദൈവമേ, ഇതിപ്പോൾ എന്തിനാ നീ എടുത്തെടുക്കുന്നത്? അവിടെ ഇട, അതൊക്കെ അമ്മ ഇളക്കിക്കോളൂ, അവിടെ ഇട്ടേക്ക് കേട്ടോ. കളിയുടെ ജ്വരം എല്ലാം കഴിഞ്ഞ് ഇപ്പം സ്ലൈം എല്ലാം തലയിൽ വാരി തേച്ച് വന്നിക്കുക കുട്ടി. എന്തോ ഐസു ഇത്, നീ ഇതെങ്ങനെ ക്ലീൻ ആക്കും? മുടി മുറിച്ച് കളയണ്ടേ നമുക്ക്? ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും നല്ല മഴ പെയ്യും. പിന്നെ അവൾ ഫുൾ മഴയത്ത് കളിക്കുമായിരുന്നു. ഭയങ്കര കാറ്റും ഇടിയായപ്പോൾ ഞങ്ങൾ ഇവിടെ ചേർത്ത് കയറ്റി. അപ്പോൾ വീഡിയോ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.